ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളിതാ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അവളൊക്കെ ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് പനിയൊക്കെ ഒന്ന് വിട്ട് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. അവർക്ക് ചുമ പിന്നെ മെല്ലെ മാറുള്ളൂ, അത് പെട്ടെന്നൊന്നും മാറൊന്നുമില്ല. അപ്പോൾ രണ്ടാൾ സ്കൂളിൽ പോയി, ഉണ്ണിമോള് സ്കൂളിൽ പോയി, ഫൈസി പോയി. അപ്പോൾ ഇവൾക്ക് ഇനി നന്നായി ഉഷാറാവട്ടെ, ഇവളെനൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ട്, ഒന്ന് ഉഷാറാക്കി എടുക്കാണ്ട് എന്നിട്ട് തന്നെ പറഞ്ഞേക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മക്കളേനെ ശ്രദ്ധിക്കുക, നന്നായിട്ട് മാസ്ക് ഒക്കെ ഇട്ട് സ്കൂളിൽ പറഞ്ഞേക്കുക കേട്ടോ. കൊറോണയ്ക്ക് ശേഷം ആരും മാസ്ക് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും മാസ്ക് ഇടുക, മക്കളെ നന്നായി ശ്രദ്ധിക്കുക. ഒട്ടുമിക്ക കുട്ടികളെ കേട്ടോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ മക്കളെ നന്നായിട്ട് സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കൊടുത്തേക്കുക ഒക്കെ ചെയ്യുക. പഴയ ആഹാരമൊന്നും കൊടുക്കരുത്, അന്നാന്ന് ഉണ്ടാക്കിയ ഭക്ഷണം ചൂടായിട്ട് ചൂട്ടോടുക്കനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച അസുഖങ്ങളൊന്നും വരുന്നില്ല. ഇതൊക്കെ ഇനി ഡോക്ടർ അവിടെ പറഞ്ഞു തരുന്നതും. അപ്പോൾ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കണം. അപ്പോൾ നേരം നോക്കി അതും കൊല അടിച്ചു തന്നെ പരിപാടിയായിരുന്നു അല്ലേ? അതൊക്കെ കണ്ടില്ലേ? അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മേലെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് കേട്ടോ അതൊക്കെ എടുത്തേക്കണത്. ഞാൻ ഈ ബനിയനിട്ടത് കണ്ടിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടൊക്കെ പറയണേ, മര്യാദയ്ക്ക് ഇത് ഊരിട്ടോ, ഈ ഡ്രസ്സ് ഇട്ട് പിന്നെ എന്താ എല്ലാവർക്കും അസുഖം പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, അവളൊരു ബനിയൻ. അങ്ങനെ ഇത് കേട്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു. ഇക്കാക്ക് എന്താ പിന്നെ ബനിയത്തിൻ്റെ കുഴപ്പമില്ല ഇപ്പോൾ ഈ അസുഖങ്ങൾ വരുന്നത്, വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കാനെ കുറേ ചിരിച്ചു കേട്ടോ ഞാൻ. എന്താ പറയുക, ഇക്കാക്ക് ഇങ്ങനെ തോന്നുകയാണേ ഈ ബനിയൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വയ്യാണ്ടാവും എന്നൊക്കെ തോന്നുക. അപ്പോൾ അങ്ങനെയുള്ള ദിവസം നല്ല മഴക്കാറുണ്ട്, വെയിലും വരുന്നുണ്ട്. ഇങ്ങനെ കളിപ്പിക്കുക, തുണികളെടുക്കുക. ആ കുറച്ച് തുണികളെ ഞാൻ പുറത്തിടുള്ളൂ, അതൊന്നും ഉണങ്ങി കിട്ടണേന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഉണങ്ങി കിട്ടിയൊന്നുമില്ല. ഉള്ള ഒരു ബക്കറ്റ് ഇതാ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്, എവിടെ കൊണ്ട് തോരിടുക എനിക്കറിയില്ല. അപ്പോൾ മുറ്റടിക്കുമ്പോൾ ഒരു ദിവസം ഗേസ് എൻ്റെ തണ്ടിലൊന്നും മിന്നി. അത് 2-3 ദിവസം മുന്നേ കേട്ടോ, അന്നൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, തണ്ടൽ മിന്നിയിട്ടേക്ക് നടക്കാൻ പറ്റുന്നില്ല, നടക്കുമ്പോൾ ഒക്കെ ഈ മിന്നൽ വരിക തണ്ടലുമ്മയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ മുറ്റടിച്ച് വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ വിളിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, ഉമ്മ എൻ്റെ തണ്ടൽ മിന്നിയിട്ട് നിൽക്കുകയാണ്, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മുറ്റടി വല്ലവരെ വളപ്പ് ഇങ്ങനെ അടിച്ച് ഒരു കൊടുത്തു എനിക്ക്. അവനവൻ്റെ കാര്യം നോക്കിയിട്ട് മുണ്ടാണ്ട് കുത്തി ഇരിക്കുകയല്ല, അവൾക്ക് ആ വളപ്പ് മൊത്തം അടിച്ചു തരണം. എന്ത് ഭ്രാന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാടേന്ന് കുറേ ആട്ട് കേട്ടു കേട്ടോ. അപ്പം ഇങ്ങനെ കാറ്റ് ഇപ്പോൾ ചപ്പ് വീണതിന് ഇത്തിരി കുറവുണ്ട് കേട്ടോ, ഈ ഇലകളൊക്കെ കൊഴിയുന്നതിന് ഇത്തിരി കുറവുണ്ട്. ആദ്യം എന്തുപോലെയെന്നറിയോ, ഇല ഇങ്ങനെ കൊഴിയുക, പ്ലാവിൻ്റെ ഇലയും പുളിയുടെ ഇലയും ഒക്കെ വീണിങ്ങനെ ഒരു വൃത്തിയില്ല കാണാൻ. ഞാൻ വെച്ചെങ്കിൽ അടുക്കളയിലാണ് ഇപ്പോഴും ഞാൻ പണിയുമ്പോഴൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഇത്. അപ്പോൾ അങ്ങനെ അടിച്ചു വരുന്നതാട്ടോ ഞാൻ. ഇമ്മാടെ നിന്ന് കാട്ട് കിട്ടും. അങ്ങനെ പട്ടിക്കുട്ടി നോക്കിയേ, പട്ടിക്കുട്ടി എന്തോ അവിടെ മീൻ നന്നാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇക്കാടെ ഉപ്പ. അപ്പോൾ അത് ഒരു തലക്ക് എടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കഴിക്കട്ടാ. ബാക്കിയുള്ളവറ്റൊക്കെ എവിടെയാണെന്ന് അറിയില്ല, ഇവറ്റിപ്പോൾ ആ റോട്ടിൽ കൂടെ ഒക്കെ കിടന്ന് ഓടുന്നുണ്ട്. അങ്ങനെ ഇപ്പം എന്താ നല്ല മഴക്കാറുണ്ട്. തുണികൾ ഞാൻ ഇന്നലെ ഇവളേനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഒത്തിരി ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പൊതുപ്പ് മരത്തെ. അതൊക്കെ ഒന്ന് തിരുമ്പിയിട്ടു, അവിടെ ബെഡിൽ വിരിച്ചതല്ലേ, അതൊക്കെ ഒന്ന് ഊരിയിട്ടേക്കാട്ടാ. അപ്പോൾ കണ്ടില്ലേ ബക്കറ്റ് ഇരിക്കുന്നത്, ഇനിയും ഉണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ, ഇനിയും വെച്ചേക്കുക ഉണക്കാൻ. ഇതൊക്കെ എവിടെ കൊണ്ട് ഉണക്കുക പറിച്ചോന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നിൽക്കണത്. എന്നിട്ട് ഞാൻ തോരട്ടു കേട്ടോ, അവിടെ ഓരോന്നിൻ്റെ മുകളിൽ കൂടെ മെയ്ത അങ്ങനെ തോരട്ടു. ഇനി അത് ഉണങ്ങി കഴിഞ്ഞ ഒരു മണം, പക്ഷേ ഒരു മണമൊക്കെ ഉണ്ടാവില്ല ഉണങ്ങാത്തതിൻ്റെ. പക്ഷേ കംഫർട്ടൊക്കെ ഇട്ട കാരണം മണമൊന്നും ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഇങ്ങനെ പടുത്താണ് ഞാൻ കംഫർട്ട് മേടിക്കാൻ തുടങ്ങിയത് കേട്ടോ. അത് കാരണം തുണികളൊന്നും അധികം ബാഡ് സ്മെല്ലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ചട്ടി കാണിക്കുന്നത് എന്താ വെച്ചിട്ടാ, ഒരു ചട്ടി കാണാണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ആകെ ഒരു ചട്ടിയുള്ളൂ, അത് പൊട്ടിയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാട് പറഞ്ഞു ചട്ടി ഇല്ലക്കാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറഞ്ഞ് മേടിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ ചട്ടി എവിടെ ഏതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ 2 ദിവസം മുന്നേ വീഡിയോ ഇടാൻ പറ്റാത്തതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടായിരുന്നിട്ട് കിട്ടി, അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടി മീൻ നന്നാക്കാനായിരിക്കും. മറ്റേ പുതിയ ചട്ടി മേടിച്ചത് ഓട്ടയായിട്ടാണ്, അതും കൂടെ കൂട്ടാനൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റി വീഴുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മീൻ നന്നാക്കാനാക്കിയിട്ട് എടുത്തു. നല്ല ചട്ടിയായിരുന്നു കേട്ടോ. അത് കാണാനില്ലാണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തപ്പിച്ച് ഞാൻ എടുത്തു. ഞാൻ അതിൻ്റെ അടിയിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി. അങ്ങനെ കൂട്ടാൻ വയ്ക്കാനും മീൻ നന്നാക്കാനൊക്കെ ഒരു ചട്ടി ആയിട്ടാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിക്കണില്ലേ,
ഈ നേരെ അഴിഞ്ഞു പോവാണ്. അപ്പോൾ അതൊന്ന് നേരാക്കി ഇടാട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചിങ്ങനെ ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കുക. ഷാളേ വലിച്ചങ്ങോട്ട് പോരുന്നില്ല. കുറച്ച് നേരം ആകുമ്പോൾ കുറച്ച് നേരം കുസ്തി പിടിച്ചു കിട്ടാ. അങ്ങനെ മീൻ നന്നാക്കാനിരുന്നപ്പോഴോ അയ്യോ കൊതുവിൻ്റെ കളി. ഈ കറുത്ത വൃക്കമാരത്തൊരു കൊതുവില്ലേ, കടിക്കണതൊന്നും അറിയണില്ല. ചൊറിഞ്ഞിട്ടൊരു പാകുമില്ല. കയ്യിലച്ചെങ്കിൽ മീനും എങ്ങനെ ഇപ്പോൾ ചൊറിയുക. അപ്പോൾ ഇക്ക അവിടെ നിന്നിട്ട് കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാനെ വിളിച്ചു. നെറ്റിയുമ്പോൾ ഒരു കൊതു വന്ന് ഇങ്ങനെ കടിച്ച് പറന്ന് പോയിട്ടാ. അതിങ്ങനെ ചൊറിയുക. അപ്പോൾ എനിക്ക് ചൊറിയാൻ പറ്റാണ്ട് ഇക്ക വന്ന് എനിക്ക് ചൊറിഞ്ഞിരൊക്കെ ചെയ്തുട്ടാ. അതിൻ്റെ ഇടയിൽ മീൻ നന്നാക്കി കൊണ്ടുപോയിട്ട് നമ്മൾ കളയുമ്പോൾ എൻ്റെ ഷാള് ഈ മീനിൻ്റെ വെള്ളത്തിക്കാണ് വീണു. ആ ഷാള് കുറേ നേരം ഇതിനിട്ടിട്ട് പ്രാന്താക്കണു. ആ ഷാള് വെള്ളത്തേക്ക് വീണ് ആ വെള്ളത്തിൽ നിന്ന് അവിടെ എടുക്കലും എൻ്റെ ഫാൻറ്റുമിക്കുമായി. അങ്ങനെ ആകെ മീനിൻ്റെ വെള്ളമായി മേലൊക്കെ. എനിക്കിങ്ങനെ ഭ്രാന്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ വൈകുന്നേരം മേൽ കഴുകിയിട്ടിട്ടൊക്കെ എടുക്കുക. അത് വേറെ കാര്യം. എത്ര തണുപ്പായാലും പച്ചവെള്ളത്തിലായിട്ടേ ഞാൻ കുളിക്കുള്ളൂ. ചൂടുവെള്ളത്തിലൊന്നും കുളിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ പച്ചവെള്ളം തന്നെ കുടിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ശീലമായി എൻ്റെ ഇത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ മീനിൻ്റെ വെള്ളത്തോണ്ട് അഭിഷേകമായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഞാൻ മാറ്റിയിടും. അത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്തപ്പോൾ ഇത് ഫാഷൻ പീരീഡ്, ഇതിങ്ങനെ ഡ്രസ്സ് മാറ്റിയിടാൻ അങ്ങനെ വിചാരിക്കുകളല്ലേ. അപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് കേട്ടോ ഗെയ്സ്. അപ്പോൾ ഇക്ക കണ്ടില്ലേ, ഇക്കയുടെ ഈ ഷർട്ടൊക്കെ ഞാൻ അന്നാ തുണി കളയാൻ പോയില്ലേ, ഈ പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിമാർക്കൊക്കെ കുത്തിതിരികെ കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിന് എടുത്തു ആൾ. അവൾ ഇതൊക്കെ കൊണ്ട് കളയാൻ കൊടുത്തേക്കുക. ഇവിടെ വെച്ചെങ്കിൽ ഓണത്തിൻ്റെ പരിപാടി ആകുമ്പോൾ ഈ ക്ലബ്ബുകാരൊക്കെ കൂടിയിട്ട് ഒരു കോസ്റ്റ്യൂം റെഡിയാക്കും. ഷർട്ട് ഒരേപോലത്തെ ഷർട്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ള നല്ല വില കൊടുത്തിട്ടാട്ടോ മേടിച്ചേക്കണത്. നല്ല പൈസ ആയിട്ടുണ്ട്. ഇവള് ഇതൊക്കെ കൊണ്ടിട്ട് കളയാം. ഭാഗ്യം ഞാൻ വന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയാട്ടോ. വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ ഷർട്ട് നല്ല ഭംഗിയുണ്ടല്ലേ വീഡിയോയിൽ കാണാൻ. അപ്പോൾ ഇങ്ങനെ റോട്ടിക്ക് പോയിട്ടേക്കാം. അപ്പോഴേക്ക് 2 കുടം വെള്ളം കുറഞ്ഞ് തന്നിട്ടാണ് പോയത്. ഇന്നലെ ആശുപത്രി ആയ കാരണം വെള്ളത്തിനൊന്നും പോകാൻ പറ്റിയില്ല. വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇനി കാലത്ത് കുറച്ചൊക്കെ ഒഴിവാക്കി ചോറ് കഴിക്കണ ചെമ്പിലൊക്കെ ഒഴിച്ച് ഇക്കാരുടെ അടുത്ത് വെള്ളത്തിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ പണികളൊക്കെ ഉള്ള കാരണം 2 കുടം വെള്ളം കുറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പാൻറ്റും മാറ്റി, ഷാളും മാറ്റി. ഒക്കെ മീനിൻ്റെ വെള്ളമായി. നാറിയിട്ട് ഇനി ഒരു ഭാഗം ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും ബനിയത്തും ആയിട്ടില്ല. അത് നല്ല ഇറക്കുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ ടോപ്പാണ് വെച്ചെങ്കിൽ ടോപ്പിലായിട്ടുണ്ടാവും. ഇത് ബനി അധികം ഇവിടെ ഇറക്കില്ലാത്ത കാരണം അതിലാവാഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് മഴ പെയ്യോ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആകാശം നോക്കില്ല ഇടയ്ക്ക് ഇപ്പോൾ പണി. ഇത് ഭയങ്കര ഒരു മെനക്കെടാണ്. ഈ തുണിയോട് തോരട്ട് കഴിഞ്ഞാൽ ഈ ഒരു വെയിൽ ഒരു എത്തിച്ച് നോക്കലും, അത് കഴിഞ്ഞാൽ അവിടെ പോയി മഴക്കാറ് വരലും, അത് കഴിഞ്ഞാൽ മഴ ഒന്ന് 2 കുറ്റി വീഴുക, പിന്നെ വെയിൽ തരിക. ഇത് നമ്മളെ കളിയൊക്കെ തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർ തന്നെ എത്ര പണി ഇങ്ങനെ ചുറ്റി പോണില്ലേ. കൂട്ടാൻ വയ്ക്കാനൊക്കെ നേരം വൈകിട്ട കേസ്. അപ്പോൾ ഞാൻ മീൻ അന്ന് അയില മേടിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിക്കാം, കുറച്ച് കൂട്ടാൻ വയ്ക്കാം. ചാള കുറച്ച് മാറ്റി വെച്ചു കേട്ടോ നാളേക്ക് പൊരിക്കാനായിട്ട്. അപ്പോൾ കൂട്ടാനിൽ കുറച്ചേ ഇടുള്ളൂ. ഈ പരുന്നൽ ഞാൻ പൊരിക്കാൻ അങ്ങനെ ആക്കില്ല, കൂട്ടാനിലേക്ക് ഇടുള്ളൂ കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിക്കണത് പുളി ഇങ്ങനെ പിഴിഞ്ഞ് വയ്ക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പുളി നന്നായി കൂടി. എന്നിട്ട് ചോറ് കഴിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ പുന്നാര ശൗലത്തെ അതിൽ എന്തിനെങ്ങനെ പുളി പിഴിഞ്ഞ് വയ്ക്കണേ, കുറേശ്ശെ ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഇതാക്കിയിട്ടാണ്. പുന്നാര ശൗലത്തെ എന്നൊക്കെ വിളിച്ചിട്ടാണ് പറയുന്നത്. ചൂടായൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ എന്താണാവോ ഒരു ദിവസം കേസ് ഞാൻ തറവാട്ടിൽ കൂട്ടാൻ വെച്ചതാണ്. തറവാട്ടിലില്ല തോന്നുന്നുണ്ട്, ഇവിടെ തന്നെ തോന്നുന്നുണ്ട്. എന്താ പറയുക, മാങ്ങ ഇട്ടു, പുളി ഇട്ടു, തക്കാളി ഇട്ടു, ആകെ പുളിയുടെ അഭിഷേകം. എന്നിട്ട് എൻ്റെ ഉമ്മയോട് പോയിട്ട് പറയുകയാണേ, ഇവിടെ ഒരു ദിവസം കൂട്ടാൻ വെച്ചത് എൻ്റെ ഉമ്മ എന്താ ആകെ തക്കാളി മാങ്ങയും പുളിയൊക്കെ ഇട്ടിട്ട് ഉമ്മ അങ്ങോട്ട് തുടങ്ങി ചിരിക്കാൻ. എന്താ ചെയ്യൂ കൂട്ടാൻ ഉമ്മ പറയാം, എനിക്ക് കൂട്ടാൻ വയ്ക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുട്ടാ. എനിക്കറിയില്ല. അപ്പോൾ എന്താ പെട്ടെന്ന് ആകെ പുളി ഇല്ലാതെ മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് അധികം പുളി ഉണ്ടാവില്ലല്ലോ. അത് കാരണം തക്കാളിക്ക് പിന്നെ ഓൾറെഡി കുറച്ച് പുളിയെല്ലാം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കൂട്ടാൽ പുളി കുറഞ്ഞാലോ വിചാരിച്ചിട്ടാട്ടോ ഗെയ്സ്. എന്താ പറയുക, മറ്റേ പുളിയും പിഴിഞ്ഞു വെച്ചു. അപ്പോൾ ആകെ പുളിയുടെ കളിയായി.
എന്നിട്ട് ഇക്ക പറയുക തൊള്ളയിൽ വെക്കാൻ പറ്റുന്നില്ല പുളിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ടായി. അതിപ്പോഴൊന്നല്ല കേട്ടോ, അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ തന്നെ ഇല്ല. എങ്ങനെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ആക്കുക, എങ്ങനെ എഡിറ്റ് ചെയ്യുക, ഒരു കണ അറിയില്ല. അതൊക്കെ ഇങ്ങനെ മെല്ലെ പഠിച്ചതാട്ടോ ഗെയ്സ്. അപ്പോൾ അങ്ങനെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ആ മഴക്കാറിനനുസരിച്ചുള്ള മഴ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ. മഴ ഇങ്ങനെ അങ്ങനെ ചാറുന്നുള്ളൂ. അപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ അവിടെ നല്ല ചൂടല്ലേ. എൻ്റെ അനിയൻ 2 ദിവസം മുന്നേ എന്താ അവിടുത്തെ ചൂട് താത്ത പറഞ്ഞിട്ട് ഇങ്ങനെ വയർത്ത് ഒഴുകി വരുന്നതൊക്കെ ഫോട്ടോ അയച്ചു തന്നു കേട്ടോ. അവന് ഇങ്ങനെ കാറുകളുടെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ പണിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ജോലി. അവന് അത്ര വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്ങനെ ആയാലും വെറുതെ ഇരിക്കുകയാണെങ്കിലും ഭയങ്കര ചൂടാട്ടാ. അപ്പോൾ അങ്ങനെ വേർത്തിട്ടുള്ളത് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോൾ ഗൾഫിലുള്ളവർക്കും വേണ്ടിയിട്ടാട്ടോ, മഴ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഴ ഒന്ന് വീഡിയോ എടുത്തത്. നല്ല മഴ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം മഴ ചാറുന്നുണ്ട്. അപ്പോൾ ആളവിടെ ബൈക്ക് നേരാക്കണ്ടിട്ടാ. ഇക്കാനം കൊണ്ട് നേരാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് ഇക്കാനം കൊണ്ടൊന്നും പറ്റിയില്ല. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് ലാസ്റ്റ് ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെ കുത്തി തിരികുന്നുണ്ട് ബൈക്കിൽ, എന്തൊക്കെയാണാവോ. അപ്പോൾ വണ്ടിയുള്ള കാര്യത്തിൽ ആൾക്ക് ഭയങ്കര ശ്രദ്ധ. എന്തെങ്കിലും കേടുണ്ട് വെച്ചെങ്കിൽ അപ്പം കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കാണിക്കും. അല്ലെങ്കിൽ ഇക്കാക്ക് പറ്റേണ്ട വെച്ചെങ്കിൽ ഇക്ക നേരാക്കും ഒക്കെ ചെയ്യട്ടാ. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇക്ക. വണ്ടികളുടെ കാര്യത്തിലൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ അതട്ടെ, ഞങ്ങൾക്ക് വയ്യാണ്ടായാലും ഭയങ്കര പേടിയും ഭയങ്കര കെയറിങ്ങും ഒക്കെ തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക സൈസ് സ്വഭാവമാണ് ഇക്കാടെ. ഭയങ്കര പേടി കൂടല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടി. ഇക്കാക്ക് എന്തെങ്കിലും വന്നാലും അത്ര പേടിയൊന്നുമില്ല. ഞങ്ങൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിട്ട് ആൾക്ക്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ കുഞ്ഞോൾക്ക് നോട്ട് എഴുതി കൊടുക്കാം കേട്ടോ. അവളുടെ കൂട്ടുകാരുണ്ട് ഇവിടെ, അമ്മി ബിലാലൊക്കെ അന്ന് സ്കൂൾ വണ്ടിയിൽ കയറാൻ പോയില്ലേ, ആ പിള്ളേരേക്കൊന്ന് മേടിച്ച് അവളുടെ ഉമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടാ. അപ്പോൾ ആകെ ചപ്രകാടി ആയിട്ടായിട്ട് ഇരിക്കണം. ഒന്നും മെയിൽ കൈ കൊടുത്തിട്ടൊന്നും ഇല്ല, ഒന്നും ഉഷാറായി വരുന്നുള്ളൂ അവൾ. അപ്പോൾ അവൾ എഴുതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പേന, റെഡ് മഷി പേനൊക്കെ മേടിച്ച് കൊടുന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളിരുന്ന് എഴുതിയിട്ട മലയാളവും 2 വരെ കോപ്പി 2 ലൈനും 4 ലൈനും കേട്ടാ. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് എഴുതുന്നുണ്ട് കേട്ടാ. എന്താ പറയുക, സ്കൂളിൽ പോയതിന് ശേഷം എല്ലാത്തിലും വെരി ഗുഡ് മേടിച്ചിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ എത്ര ദിവസമായി അറിയാം സ്കൂളിൽ പോയിട്ട്. ഭയങ്കര വിഷമമുണ്ട്, വയ്യാണ്ടായി എന്താ ചെയ്യാല്ലേ. അപ്പോൾ ഇനി എല്ലാവരും മക്കളെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. നന്നായി ഭക്ഷണമൊക്കെ ചൂടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. പച്ചവെള്ളമൊന്നും കൊടുക്കരുത്. വലിയവരെ പോലെയല്ല, മക്കൾക്കൊക്കെ പ്രതിരോധ ശക്തി കുറവായിരിക്കും, പെട്ടെന്ന് അസുഖം കയറും. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെന്താ കൂട്ടാനായിട്ടാണ്, നല്ല പുളി കൂട്ടാൻ. അത്ര പുളിയൊന്നുമില്ല, ഇക്കാക്ക് തീരെ പറ്റണില്ല പുളി. ഒരു മീൻ കൂട്ടാനായി അത്യാവശ്യം പുളിയൊക്കെ വേണ്ട ഗെയ്സ്, എന്നാലല്ലേ കൂട്ടാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇക്കാക്ക് അത് പറ്റിയില്ല, നല്ല പുളി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവളെ മേല് കഴുകാൻ വേണ്ടിയിട്ട് ഇത്തിരി ചായപാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചുവിട്ടാ. അങ്ങനെ കണ്ടില്ലേ തിരുമ്പി വെച്ചേക്കണം. നോക്ക്, ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് തോരിടാന്ന് വിചാരിച്ചതിട്ടാണ്. എന്നാലും ഞാൻ മുകളിൽ എല്ലായിടത്തും ഇടാൻ പറ്റണോടത്തൊക്കെ ഞാൻ തുണികളിട്ടുണ്ട്. ആകെ തുണികളെ മുകളിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ഇടുക, ഇതന്നെ പറ്റുള്ളൂ. അപ്പോൾ അവളെ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമ്മ തന്നെ കേട്ടോ. ഒരു ക്ഷീണം, എപ്പോഴും ഉറക്കം വരും അവൾക്ക്. ആ ഒരു ക്ഷീണമാണ് മുഖത്ത്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. ഓരോന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇക്ക അവിടെ നിന്നിട്ട് എന്തൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അവളോട്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ നാളേക്കുള്ളതിൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചോറയ്ക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നാളേക്ക് ദോശ ഉണ്ടാക്കാൻ വെച്ചിട്ട് പച്ചരി വെള്ളത്തിലിടാം. അതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അളവൊക്കെ എൻ്റെ കൈ തന്നെയാണ്, കൈ കൊണ്ട് തന്നെ വാരിയിടുക. ഉഴുന്നും അതെ, ഉലുവ മാത്രം ദോശയ്ക്കല്ലേ, അപ്പോൾ ഒരു കളറ് വരാൻ വേണ്ടിയിട്ട് ഉലുവ മാത്രം ടീസ്പൂൺ കൊണ്ട് കോരിയിട്ടാ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇട്ട കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടമുള്ളവരെ വീഡിയോ ഒക്കെ ഇനി നിന്ന് കാണും, ചിലപ്പോൾ കമൻറ്റൊക്കെ ഇടും. ഇനി അതൊക്കെയാണ് ഇട്ടാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.